ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഇതാ നമ്മുടെ കോഴിക്കോട് മാനാഞ്ചിറ കണ്ടോ? ന്യൂ ഇയർ ക്രിസ്മസ് ഒക്കെ ആയപ്പോൾ അലങ്കരിച്ച് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. ഈ പ്രാവശ്യത്തെ ലൈറ്റ് ഷോയിൽ എനിക്ക് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് തോന്നിയത് ഇതായി ഈ ഷിപ്പാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ദൂരെ നിന്ന് നോക്കുകയാണെങ്കിൽ ആണ് അതിൻ്റെ ഭംഗി അറിയാം. അടുത്തെത്തുമ്പോൾ നമുക്ക് ആ ലൈറ്റ് കുറച്ച് ഗ്യാപ്പായിട്ട് ഫീൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ അത്ര ഒരു എന്താ പറയുക, വിഷ്വലിന് ഒരു ഭംഗി തോന്നില്ല. പക്ഷേ കുറച്ച് ഒരു 30 മീറ്ററൊക്കെ ബാക്ക് വെച്ചിട്ട് നമ്മൾ അതിനെ കാണുകയാണെങ്കിൽ ഓരോ ആംഗിളിലും പോയി നിന്ന് നോക്കണം. ശരിക്കും നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്, നല്ല ഭംഗിയായിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഇങ്ങനെ ഓരോരോ സ്ഥലങ്ങളിൽ ഈ ഗിഫ്റ്റ് ബോക്സ് പോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഗിഫ്റ്റ് ബോക്സ് മാനാഞ്ചിറ ഗ്രൗണ്ടിൽ അവിടെ ഇവിടെയൊക്കെ കാണാനുണ്ട്. പിന്നെ കുറച്ച് സ്റ്റാർസ്, അതൊക്കെ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. അതിൽ പ്രത്യേകിച്ച് പുതുമയൊന്നും തോന്നിയില്ല. മാനാഞ്ചിറേൻ്റെ ഉള്ളിലോട്ട് കയറുമ്പോൾ ഒന്നും ഒരുപാടൊന്നും ഈ ലൈറ്റ്സ് ഒന്നും കാണാനില്ല കേട്ടോ. അതിൽ മെയിൻ ഗ്രൗണ്ടിൽ മാത്രമാണ് കാര്യമായിട്ട് ഒരു ലൈറ്റ്സിൻ്റെ കുറച്ച് രൂപങ്ങളൊക്കെ ഉണ്ടാക്കിയതായിട്ട് കാണുന്നത്. ബാക്കി മരത്തിനെ അലങ്കരിച്ചിട്ടുള്ളതും അവിടെ ഇവിടെയും കുറച്ച് സ്റ്റാർസ് പോലെയൊക്കെ സെറ്റ് ചെയ്തത് മാത്രമാണ്. പക്ഷേ എന്നാലും ന്യൂ ഇയറിനെ വരവേൽക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ടൂറിസം വകുപ്പ് ചെയ്തിട്ടുള്ള പരിപാടികളാണ്. ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്തിട്ടുള്ള ആളുകളെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ടൗണുകളെല്ലാം ഇതേപോലെ ലൈറ്റ് വെളിച്ചങ്ങൾ തെളിയിക്കണം എന്നൊക്കെ ടൂറിസം വകുപ്പ് മന്ത്രി കഴിഞ്ഞ വട്ടം പറഞ്ഞിട്ടുള്ള ആ ഒരു സംഭവമാണ് ഇപ്പോഴും ചെയ്തേക്കുന്നത്. പക്ഷേ എങ്കിൽ പോലും കഴിഞ്ഞ പ്രാവശ്യത്തെ അത്ര ഒരു അലങ്കാരമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഇതേപോലെ ബീച്ചിൻ്റെ ഫുട്പാത്ത് ഏരിയയിലൊക്കെ ആർച്ചൊക്കെ വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. അത് ഇത്രയൊന്നുമില്ല, വളരെ കുറച്ചാണ്. പക്ഷെ എനിക്ക് എൻ്റെ പേഴ്സണലായിട്ടുള്ളൊരു അഭിപ്രായം എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷത്തെ അത്ര പോരാന്നാണ്. കാരണം കഴിഞ്ഞ വർഷം എൻ്റെ ഓർമ്മയിൽ മാനാഞ്ചിറ കുളത്തിന് ചുറ്റുമൊക്കെ ലൈറ്റ് ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം അതൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് കുറച്ച് ഏരിയ മാത്രം എന്താ പറയുക, ഒന്ന് ലൈറ്റൊക്കെ ആക്കിയിട്ട് മിന്നിച്ച് വെച്ചിട്ടുണ്ട്. എന്നാലും പുതുവത്സരത്തിന് വേണ്ടിയിട്ട് നമ്മുടെ സിറ്റി ഒരുങ്ങിയിരിക്കുന്നു എന്നുള്ളത് നമുക്ക് സന്തോഷകരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വർഷം മുന്നോട്ടുണ്ടാവാൻ വേണ്ടിയിട്ട് വിഷ് ചെയ്യാണ്. നിങ്ങളുടെ സ്വപ്നങ്ങൾ അടുത്ത വർഷം അടിപൊളിയായിട്ട് നടക്കാൻ പറ്റട്ടെ. എല്ലാ രീതിയിലും നിങ്ങൾക്ക് നല്ലൊരു സക്സസ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു.